ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണെന്ന് അമ്മച്ചിക്കറിയാം. ഇന്ന് നമ്മൾക്ക് ധനവാൻ്റെയും ലാസറിൻ്റെയും കഥ പഠിക്കാം. കഥ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഒരു വാക്യം മനഃപ്പാഠമായിട്ട് പഠിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 26 വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16:26. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്നും ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. നമുക്ക് ബാക്കി ഒന്നും കൂടെ പഠിക്കാം. ഈസിയാണ് കേട്ടോ. അത് ഇവിടെ പറയുകയാണ്, ഒരിടത്തുനിന്ന് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, മറ്റിടത്തുനിന്ന് തിരിച്ച് അങ്ങോട്ടും ചെല്ലുവാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളവർക്ക് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കും പോകാൻ സാധിക്കത്തില്ല, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കും പോകാൻ സാധിക്കില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈസിയല്ലേ, നമുക്കൊന്നും കൂടെ പഠിക്കാം. ലൂക്കോസ് 16:26 വാക്യം. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് 2 വ്യക്തികൾ ജീവിച്ചിരുന്നു. ഒരാൾ വളരെ ധനികനും മറ്റേയാൾ വളരെ ദരിദ്രനുമായിരുന്നു. ധനവാൻ വിലയേറിയ വസ്ത്രവും പട്ടുമൊക്കെ ധരിച്ച് ആഡംബരത്തോടുകൂടെ ജീവിച്ചിരുന്നു. അവന് ഇഷ്ടം പോലെ അവൻ ജീവിച്ചിരുന്നു. മാനസാന്തരപ്പെടുവാനോ ദൈവത്തെ അറിവാനോ ഒന്നും ശ്രമിക്കാതെ അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ ജീവിച്ചിരുന്നു. എന്നാൽ അവിടെ തന്നെ ദരിദ്രനായ ലാസറുണ്ടായിരുന്നു. ലാസറിൻ്റെ വാസം ധനവാൻ്റെ പടിപ്പുരയ്ക്കലായിരുന്നു. ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന എച്ചിലെല്ലാം തിന്ന് അവൻ വിശപ്പടക്കിയിരുന്നു. അവൻ്റെ ശരീരത്തിൽ നിറച്ചും വ്രണങ്ങളുണ്ടായിരുന്നു. പട്ടികളൊക്കെ വന്ന് ആ പട്ടികളുടെ കൂടെ കിടക്കുമ്പോൾ പട്ടികൾ എന്ത് ചെയ്യും? ആ വ്രണങ്ങളെല്ലാം നക്കും. അങ്ങനെ അവൻ അവിടെ താമസിച്ചിരുന്നു. അവൻ താമസിച്ചിരുന്നത് ഈ ധനവാൻ്റെ പടിപ്പുരയ്ക്കലായിരുന്നു. ഒരു ദിവസം ലാസർ മരിച്ചു. ലാസറിനെ അടക്കം ചെയ്തതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അടക്കുവാൻ ഒന്നും സാധിച്ചു കാണത്തില്ലായിരിക്കും. എന്നാൽ ലാസറിനെ ദൈവദൂതന്മാർ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് അങ്ങ് കൊണ്ടുപോയി. ധനവാനും മരിച്ചു. അവനെ ആഡംബരത്തോടുകൂടെ ശരിയായ രീതിയിൽ അവൻ അടക്കപ്പെട്ടു. ഇവിടെ പറയുന്നുണ്ട് അവനെ അടക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ലാസറിനെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല കേട്ടോ കുഞ്ഞുങ്ങളെ. അവൻ അടക്കപ്പെട്ടു. എന്നാൽ അവൻ മാനസാന്തരപ്പെടാതെ ജീവിച്ചതുകൊണ്ട് അവനെ പാതാളത്തിലേക്ക് കൊണ്ടുപോയി. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ അവനൊന്ന് മേലോട്ട് നോക്കി അബ്രഹാമിനെയും അവൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെയും ഒന്ന് കണ്ടു. അപ്പോൾ അവൻ വിചാരിച്ചു, അവൻ പറഞ്ഞു, അബ്രഹാം പിതാവേ, എന്നോട് കരുണ തോന്നണം. ഇത് നേരത്തെ അവൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ, അവന് മാനസാന്തരം ഉണ്ടായിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടേനെ. എന്നാൽ ഇപ്പോഴാണ് അവൻ പറയുന്നത്, യാതന അനുഭവിക്കുമ്പോൾ, നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കുമ്പോഴാണ് അവൻ പറയുന്നത്. നമുക്ക് നരകത്തിലെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടുത്തെ പുഴു ചാകുന്നില്ല, അവിടുത്തെ തീ കെടുന്നുമില്ല. അപ്പോൾ ഇവനിങ്ങനെ കിടന്ന് യാതന അനുഭവിക്കുമ്പോൾ അവന് ദാഹിക്കുമ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് ആ ലാസറിൻ്റെ കൈയുടെ അറ്റത്തിലുള്ള ഒരു തുള്ളി വെള്ളം എനിക്ക് തരാനായിട്ട് പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബ്രഹാം പിതാവ് അവനോട് പറയുന്നു, ഇവിടെ നിന്നുള്ളവർക്ക് അങ്ങോട്ട് വരാനായിട്ട് സാധിക്കത്തില്ല, അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ടും വരാനായിട്ട് സാധിക്കത്തില്ല. അതാണ് നമ്മളിന്ന് പഠിച്ച വാക്യം. നമുക്കൊന്നും കൂടി ആ വാക്യം പഠിക്കാം. അബ്രഹാം പിതാവ് പറഞ്ഞ വാക്യമാണ്. ലൂക്കോസ് 16:26 വാക്യത്തിലാണ്, അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തുള്ളി വെള്ളം ചോദിച്ചു. എന്നാൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കോ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കോ പോകുവാൻ സാധിക്കത്തില്ല. അപ്പോൾ അവൻ വേറൊരു കാര്യം പറഞ്ഞു, അബ്രഹാം പിതാവ്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, ഈ ലാസറിനെ അങ്ങോട്ടൊന്ന് അയക്കണമെന്ന്. അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, അവിടെ മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ വീണ്ടും ധനവാൻ പറയുകയാണ്, അല്ല, മരിച്ചവരിൽ നിന്ന് ഒരാൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദരന്മാർ മാനസാന്തരപ്പെടും. അപ്പോൾ ഇവൻ മാനസാന്തരപ്പെട്ടിട്ടില്ല എന്ന് ഇവനറിയാം.
അതുകൊണ്ടാണ് അവൻ മാനസാന്തരപ്പെടാത്തൊരു ജീവിതമായിരുന്നു ധനവാൻ്റെ എന്നുള്ളത് ധനവാൻ അറിയായിരുന്നു. അതുകൊണ്ടാണ് അനിയന്മാരെക്കുറിച്ച് 5 സഹോദരന്മാരെക്കുറിച്ച് അവൻ പറഞ്ഞത് അവർ മാനസാന്തരപ്പെടുമെന്ന്. അപ്പോൾ അബ്രഹാം പിതാവ് അവനോട് പറഞ്ഞു, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ചെന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഇന്നത്തെ വാക്യം ഒന്നും കൂടെ പഠിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 26 വാക്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്യമാണ്. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. മരിച്ചതിന് ശേഷം മറ്റുള്ളവരെന്തെങ്കിലും പ്രവൃത്തി ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും കഴിവുകൊണ്ടോ നാം ചെന്നിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് പോകുവാൻ സാധ്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ തന്നെ പറഞ്ഞ ഒരു ഉദാഹരണമാണ്, ഒരു സംഭവമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങൾക്ക് കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. ഇതിൽ അനേക ഗുണപാഠങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവമക്കളായി ജീവിക്കണം. എന്നാൽ നാം നിത്യജീവൻ അവകാശികളാകും, സ്വർഗത്തിന് അവകാശികളായിട്ട് തീരും. രണ്ടാമതായിട്ട്, മരിച്ചു കഴിഞ്ഞതിന് ശേഷം നരകത്തിൽ നിന്ന് നരകത്തിലേക്ക് പോകുവാൻ സാധിക്കുകയില്ല. മൂന്നാമതായി, സ്വർഗത്തിൽ സന്തോഷവും ആനന്ദവും ഉണ്ട്. നാലാമതായി, നരകത്തിൽ അവിടുത്തെ പുഴു ചാകുന്നില്ല, അവിടുത്തെ തീ കെടുന്നതുമില്ല. യാതനയും ദുഃഖവും ദാഹവും മാത്രമാണ് അവിടുത്തെ അവസ്ഥ. അഞ്ചാമതായിട്ട്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു ചുമതലയാണ്. നാം ദൈവത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. ഇവിടെ കർത്താവ് പറയുകയാണ്, അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട്. ഇന്ന് നമ്മളാണ് മോശയും പ്രവാചകന്മാർ മരിച്ചുപോയി. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്, ഇന്ന് മോശയും പ്രവാചകരുമാക്കി നിർത്തിയിരിക്കുന്ന നമ്മയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരോട് പറയേണ്ട വളരെ ചുമതല നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ചുമതല വിശ്വസ്തയോട് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വന്ന വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിച്ച് ദൈവമക്കളായിട്ട് തീർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നരകത്തിലേക്ക് പോകുവാൻ ഞങ്ങളെ ആരെയും അനുവദിക്കരുതേ. ദൈവമക്കളായിട്ട് തീരുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ഡ്യൂട്ടി വിശ്വസ്തയോടെ ചെയ്യുവാൻ, മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ ഞങ്ങളെ സഹായിക്കണം എന്നതിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം യേശുകർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ആൻറ്റി ഇടുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.